Hi dears, Assalamu alaikum, welcome back. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നല്ല പഴുത്ത പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കിടിലൻ ചട്ടിപ്പത്തിരിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കുക, അതുപോലെ ടേസ്റ്റിയുമാണ് കേട്ടോ. പഴവും അതുപോലെ മുട്ടയൊക്കെ ചേർന്നിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഊഹിച്ചാൽ തന്നെ അറിയാൻ പറ്റും എത്ര ടേസ്റ്റി ആയിരിക്കും എന്ന്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തിട്ടുള്ള 4 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അത് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ കസ്കസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ എന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും റോസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് പഴം ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഇതിന് മുന്നേ 2 ചട്ടിപ്പത്തിരി 2 രീതിയിൽ ഉണ്ടാക്കുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പൊറാട്ട വെച്ചിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക. വെറും 10 മിനിറ്റിനുള്ളിൽ ആ ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതും നമ്മൾ ഒറിജിനൽ ചട്ടിപ്പത്തിരിയുടെ സെയിം ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. 2 പൊറാട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ആ റെസിപ്പി. പിന്നെ അതുപോലെ നമ്മുടെ ഒറിജിനൽ കോഴിക്കോടൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അത് ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് പഴം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ ഒരു 4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ കാണുന്നില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാലേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഇടുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ തേങ്ങ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ആ പാനിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴുകിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡെക്കറേഷന് വേണ്ടി മാത്രം, നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് കസ്കസ് ഒന്ന് അതിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കസ്കസും അതുപോലെ കുറച്ചൊന്ന് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മേൽഭാഗത്തൊന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് അപ്പോൾ അത്ര ഓർത്തില്ല. അതുകൊണ്ടാണ് രണ്ടാമത് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനി അതിലേക്കുള്ള ഫില്ലിങ് എന്താ പറയുക, ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ആ 4 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ള മിക്സ്ചറാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങളുടെ മധുരം എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആ പഞ്ചസാര അതിലൊന്ന് മെൽറ്റാക്കി എടുക്കണം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തതിൽ. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പാലും ഒഴിച്ച് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ. അതൊരു 1/2 കപ്പ് ചേർത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെയൊക്കെ ഉള്ള ദോശയ്ക്കുള്ള ബാറ്റർ, നമ്മൾ ദോശ കലക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
അപ്പോൾ ഏകദേശം ഒരു നീർദോശയൊക്കെ ഇല്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന മൈദയുടെ അളവ് കൂടിയും കുറയും ഒക്കെ നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാനിലാട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പാനിൽ ഏകദേശം ആ ഒരു പാനിൻ്റെ അളവിലാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. കൂടിപ്പോയാലും കുറച്ചൊന്ന് കൂടിപ്പോയാലും കുഴപ്പമില്ല, അതിങ്ങനെ നമുക്ക് സൈഡ് ഭാഗമൊക്കെ ഒന്ന് കയറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. വളരെ നൈസായിട്ടുള്ള പത്തിരി ആയിരിക്കും ഇത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടാൽ മതി, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കുക. അങ്ങനെ ഇതൊരു 6 ദോശക്കുള്ള ബാറ്ററാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സോസ് പാന് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ദോശയും എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സോസ് പാനിലേക്ക് നിരത്തി വെക്കുക. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് സോസ് പാനിലേക്ക് നിരത്തി വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ദോശ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ചെറിയ ദോശയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ അടിയിലേക്ക് പോവും. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചിലപ്പോൾ പലതും പല വലുപ്പമാവുമല്ലോ. അപ്പോൾ ഏറ്റവും വലുതെടുത്തിട്ട് ഇങ്ങനെ അടിഭാഗത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ദോശയും അതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ദോശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെൻറ്ററിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതൊന്നും മേൽഭാഗത്തും അടിഭാഗത്തൊന്നും വെക്കരുത് കേട്ടോ. ലാസ്റ്റിലത്തെ ദോശയും കുറച്ച് വലിയ ദോശ വെക്കുന്നതാണ് നല്ലത്. ഇതുപോലെ എല്ലാ ലെയേഴ്സും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ലാസ്റ്റത്തെ ലെയർ വെക്കാൻ പോവാണ്. അതും ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ വലിയ ദോശയാണെന്നുണ്ടെങ്കിൽ ആ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കയറ്റിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെത് ഏകദേശമൊക്കെ ആ ഒരു പാനിൽ കറക്റ്റായിട്ടുള്ള റൗണ്ടാണ്. അങ്ങനെ ചുറ്റുഭാഗത്തേക്കും ഇങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ ആ ദോശ കൂടെ ഇതിൻ്റെ മേലെ വെക്കുക. അതും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, അതൊക്കെ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരും കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ ഈ മുട്ട മിക്സ്ചർ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കുക്കായിട്ട് വരുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. ബാക്കിയുള്ളത് അതിൻ്റെ മേലെ കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒരു 4 5 ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുക്കായി വരുമ്പോൾ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ട് ആ ദോശയൊക്കെ ഒന്ന് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ കത്തി വെച്ചിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് അതുപോലെ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു പാനിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കുക, കരിയുന്ന പേടിയുള്ളവർക്ക്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു പാനിലേക്ക് ചൂടെത്തുന്ന വരെ. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു 45 മിനിറ്റ് എനിക്ക് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇത് വരാനായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 45 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ അടിഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ മിക്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു സോഫ്റ്റാണ് ഇതിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പഴം ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്തൊരു ദിവസം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.